എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാനേ ഇന്ന് രാവിലെ കാർത്തിക്കുട്ടിയെ വിടുന്നതിന് മുമ്പ് എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ മീൻ വാങ്ങി കേട്ടോ. സീഡി മീനാണ് വാങ്ങിയത്. 3 കിട്ടി, 1/2 കിലോ 120 രൂപ. പിന്നെ കുറച്ച് നേരം വെളിയിൽ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് മീനൊക്കെ ഞാൻ വെട്ടി വെച്ച് കേട്ടോ. കാർത്തിക്കുട്ടി വലിയ ഇഷ്ടമാണ് സീഡി മീൻ. അവൾ മീൻ കൂട്ടത്തില്ലെങ്കിലും വല്ലപ്പോഴും കൂട്ടുന്ന മീൻ നല്ല മീൻ കൂട്ടണം എന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ തുണിയൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് കഴുകാൻ കൊണ്ടിടുക കേട്ടോ. അപ്പോൾ രാവിലെ അതായിരുന്നു പണി. പിന്നെ അതേ കഴുകി വെച്ചിരിക്കുന്ന കുറച്ച് തുണികളുണ്ട് കേട്ടോ, ഇനി അതും കൊണ്ടിടണം. അപ്പോൾ ഈ സർജറിക്ക് ശേഷം എനിക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഒന്നും ഇറങ്ങാനും കയറാനും ഒന്നും വയ്യാണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ വാഷിംഗ് മെഷീനിലോട്ട് കൊണ്ടിടുകയാണ്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ആ വലിയ പണി അങ്ങ് തീരുമല്ലോ. ഇതാണ് തുണി കഴുകി വെച്ചേക്കുന്നത്. ഇനി അത് കൊണ്ട് മുകളിൽ ഇടണം കേട്ടോ. പിന്നെ ഞാൻ വന്ന് എൻ്റെ വാഷ് ബേസിനിൽ വന്നിട്ട് കുറച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി കേട്ടോ, ഒന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട്. പിന്നെ അന്ന് ഓർത്തത് ഞാൻ വാഷിംഗ് മെഷീനിൽ മറ്റേ എന്താ പറയുക, ലിക്വിഡൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ലിക്വിഡൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ അന്നേരം ഓൺ ചെയ്ത്, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓൺ ചെയ്തത് കേട്ടോ. ഏതൊക്കെ തുണി എവിടെയൊക്കെ കിടക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലായിടും ഒന്ന് പോയി ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ വന്ന് വാഷിംഗ് മെഷീനൊക്കെ ഓൺ ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് സർജറിക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. എനിക്ക് വലിയൊരു ഉപകാരമാണ് എൻ്റെ ഹസ്ബൻഡ് അതിന് വേണ്ടി ചെയ്ത് കേട്ടോ. പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് മുറിച്ച് അതൊക്കെ ഒന്ന് വരഞ്ഞ് വെക്കുവാണ്. കാരണം ഇങ്ങനെ വലുതായിട്ട് കണ്ടിച്ചിടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഇങ്ങനെ 2 കഷ്ണമായിട്ട് ഇടുന്ന കേട്ടോ നല്ലത്. അന്നേരം നന്നായിട്ട് മൂക്കുകയും ചെയ്യും. പിന്നെ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ ഞരടി എടുത്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ നാരങ്ങ നീര് ഒഴിക്കും കേട്ടോ. ചെറിയ കുഞ്ഞ് നാരങ്ങയായിരുന്നു, അപ്പോൾ അത് പിരിയാൻ കുറച്ച് പാടുപെട്ടു, എങ്കിലും കുഴപ്പമില്ല, ഞാൻ പിരിഞ്ഞ് ഒപ്പിച്ച് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീടെല്ലാം ഒന്ന് അടിച്ച് വാരാൻ നിന്ന് കേട്ടോ. അതാണല്ലോ ഒരു വലിയ പരിപാടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിന് PT മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് തിന്നു കേട്ടോ. അപ്പോൾ എന്നും പോലെ മോരുകറിയും ചോറും കോവയ്ക്ക മെഴുക്കുവരട്ടിയും അച്ചാറും, പിന്നെ രാവിലെ കുഞ്ഞിന് കൊടുത്തു വിടാത്ത മീൻ വറുത്തതും കൂടെ. ഒരെണ്ണേ വറുത്തുള്ളൂ കേട്ടോ, ഒരു ചെറിയൊരു തലപ്പീസ് വറുത്ത് ഞാൻ കഴിച്ചു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.